ശിഷ്യസമ്പത്തും സഹപാഠികളും ബന്ധുബലവും 5 വർഷം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും സിറ്റിംഗ് എം.എൽ.എയും മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദുവിന് കരുത്താകും. ഓരോ തെരഞ്ഞെടുപ്പിലും ലഭിക്കുന്ന മുന്നേറ്റം ഇക്കുറി ഉണ്ടാകുമെന്നാണ് LDF വിലയിരുത്തൽ. 2016 അപേക്ഷിച്ച് ഭൂരിപക്ഷം ഇരട്ടിയാക്കുമ്പോഴും 6000-ൽ താഴെ വോട്ടിനായിരുന്നു ബിന്ദുവിൻ്റെ വിജയം. പോരാട്ടം കടുപ്പമാകുമെന്നതിന് ഇതുതന്നെയാണ് തെളിവ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ കേരളത്തിലും മണ്ഡലത്തിലും നടത്തിയ ഇടപെടലുകൾ വോട്ടായി മാറുമെന്നാണ് ടീച്ചറുടെ പ്രതീക്ഷ. ഇരിങ്ങാലക്കുടയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ ആർ ബിന്ദുവാണ് നമ്മോടൊപ്പം ഉള്ളത്. ടീച്ചർ കഴിഞ്ഞ തവണ നാട്ടുകാരിയായിട്ട് രംഗപ്രവേശം ചെയ്തു. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. എങ്ങനെ വിലയിരുത്തുന്നു ഇപ്പോൾ ഉള്ള ഇരിങ്ങാലക്കുട? ഇരിങ്ങാലക്കുട വലിയ വികസന മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും വികസനത്തിൻ്റെ വെളിച്ചമെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുടക്കാരുടെ വികസന സ്വപ്നങ്ങളുടെ കേന്ദ്രത്തിലുണ്ടായിരുന്ന ഒരു സ്വപ്നമാണ് ഠാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനം. അത് മണ്ഡലത്തിൻ്റെ ഹൃദയഭൂമിയാണ്. അവിടെ ഗതാഗത കുരുക്കും ഒക്കെയായിട്ട് കാലങ്ങളായി ഒരേ നിലയായിരുന്നു ആ ജംഗ്ഷൻ. യാതൊരുവിധ വികസനവും അവിടെ നടന്നിരുന്നില്ല. അത് ബ്രിട്ടീഷുകാരുള്ള കാലം മുതൽ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. 52 കോടി രൂപ ചെലവിലാണ് ഇപ്പോൾ ഠാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനം നമ്മൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്നത്. അതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. അതിനോട് ചേർന്ന് കിടക്കുന്ന ജനറൽ ഹോസ്പിറ്റൽ വികസനത്തിൻ്റെ പടവുകൾ അതിവേഗതയിൽ ഓടിക്കയറുകയാണ്. 20 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിട്ടുള്ള 6 നിലകളുള്ള ആ പ്രധാന കെട്ടിടം ഔട്ട് പേഷ്യൻ്റ് വിഭാഗവും ഇൻപേഷ്യൻ്റ് വിഭാഗവും എല്ലാം പ്രവർത്തിക്കുന്ന നിലയിൽ ഇപ്പോൾ അവിടെ സജീവമാണ്. അതുപോലെ ഏറ്റവും ആധുനികമായ രോഗനിർണയ സങ്കേതങ്ങൾ, യന്ത്ര സംവിധാനങ്ങൾ എല്ലാം അവിടെ ഇപ്പോൾ ഉണ്ട്. 10 പേർക്ക് ഒരേ സമയം ഡയാലിസിസ് ചെയ്യാവുന്ന ഡയാലിസിസ് സെൻറ്റർ 6 കോടി രൂപയാണ് സർക്കാർ അതിന് ചെലവിട്ടിട്ടുള്ളത്. അതുപോലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്കിന് മുകളിൽ ഒരു പുതിയ നിലയുടെ നിർമ്മാണവും ആ ബ്ലോക്കിൻ്റെ നവീകരണവും 4.5 കോടി രൂപയാണ് അതിനെ ചെലവഴിക്കുന്നത്. അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഈ സന്ദർഭത്തിൽ നടന്നിട്ടുണ്ട്. ഒരു ജുഡീഷ്യൽ കോംപ്ലക്സ്, കോർട്ട് കോംപ്ലക്സ് 93 കോടി രൂപ ചെലവിൽ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അത് പൂർണ്ണമായി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇരിങ്ങാലക്കുടയുടെ വികസനത്തിൽ അത് വലിയ ഒരു കാൽവയ്പായിരിക്കും. ഹൈക്കോടതി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജുഡീഷ്യൽ കോംപ്ലക്സ് ഇരിങ്ങാലക്കുടയിലായിരിക്കും. അതുപോലെ SP ഓഫീസിൻ്റെ പ്രവർത്തനം, റൂറൽ SP ആസ്ഥാനം ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. നമ്മുടെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും കാർഷിക പ്രാധാന്യമുള്ള ഗ്രാമപഞ്ചായത്തുകളാണ്. അതുകൊണ്ട് പച്ചക്കുട എന്ന പേരിൽ ഒരു സമഗ്ര കാർഷിക വികസന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി. കർഷക സുഹൃത്തുക്കൾക്ക് ഒട്ടേറെ സഹായങ്ങൾ അതിലൂടെ ചെയ്യാൻ പറ്റി. കോടിക്കണക്കിന് രൂപയുടെ പാടശേഖരങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ടുള്ള പദ്ധതികൾ പച്ചക്കുടയിലൂടെ ഇപ്പോൾ നടപ്പാക്കുന്നുണ്ട്. നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ പൊതുമരാമത്ത് റോഡുകളും ആധുനിക ബിറ്റ്മിൻ മെക്കാഡം ടാറിങ് ചെയ്ത് നവീകരിച്ചിട്ടുണ്ട്. എല്ലാ റോഡുകളും പൊതുമരാമത്തിൻ്റെ ചുമതലയിലുള്ള, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയിലുള്ള എല്ലാ റോഡുകളും ഏറ്റവും ഭംഗിയായ നിലയിൽ നവീകരിച്ച് സുഗമമായ സഞ്ചാരം ഉറപ്പാക്കാനായിട്ടുണ്ട്. വിദ്യാലയങ്ങൾ ഏറ്റവും നല്ല നിലയിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനും മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് സ്കൂളുകൾ, അതുപോലെ എല്ലാ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളും പുതിയ കെട്ടിടങ്ങളും പുതിയ സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. MLA ഫണ്ട് ഉപയോഗിച്ച് പൂമംഗലം പഞ്ചായത്തിന് ഒരു ആസ്ഥാന മന്ദിരം തന്നെ നിർമ്മിക്കാൻ സാധിച്ചു. വിവിധ ജംഗ്ഷനുകളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. ഇരുട്ട് മൂടിക്കിടന്നിരുന്ന ഒരുപാട് ജംഗ്ഷനുകൾ ഈ ഹൈമാസ്റ്റ് ലൈറ്റുകളാൽ പ്രകാശമാനമായിട്ടുണ്ട്. അങ്ങനെ എല്ലാ ദിക്കിലും പല പല രീതിയിൽ വികസന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. MLA ഫണ്ടും മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ ഫണ്ടും ഉപയോഗിച്ച് ഗ്രാമീണ റോഡുകളും നല്ല നിലയിൽ നന്നാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അംഗനവാടികൾ ഏറ്റവും ശിശു സൗഹൃദപരമായ നിലയിൽ ചുമരിലൊക്കെ നല്ല ചിത്രങ്ങളും AC യും ഒക്കെ ആയിട്ടുള്ള സ്മാർട്ട് അംഗനവാടികൾ
മണ്ഡലത്തിൽ പണിതിട്ടുണ്ട്. ഇനി അതിൻ്റെയൊക്കെ തുടർച്ച നമുക്ക് ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ ഇന്നസെൻറ്റിൻ്റെയും ജയചന്ദ്രൻ്റെയും പേരിലുള്ള ഒരു സാംസ്കാരിക സമുച്ചയം, അത് ബജറ്റിൽ തുക വച്ചിട്ടുള്ളതാണ്. അത് ഉടനെ തന്നെ നമുക്ക് നിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിക്കണം. അതുപോലെ കൊമ്പിടി ജംഗ്ഷൻ്റെ വികസനം 30 കോടി രൂപയാണ് അതിന് ഈ ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ബജറ്റിൽ 20 കോടി രൂപ അനുവദിച്ചു. കഴിഞ്ഞ വർഷം അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി ഡീറ്റെയിൽഡ് പ്ലാൻ തയ്യാറാക്കുകയും ബന്ധപ്പെട്ടവരെ വിളിച്ചു ചേർത്ത് ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽഡ് പ്ലാനിൻ്റെ എസ്റ്റിമേറ്റ് കണക്കാക്കുമ്പോൾ 30 കോടി വരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അത് ബജറ്റിൽ വച്ചിട്ടുണ്ട്. പ്രാദേശിക വികസനത്തിൽ ടീച്ചർ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇരിഞ്ഞാലക്കുടയെ സന്ദർശിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. എനിക്ക് ചോദിക്കാനുള്ള, ടീച്ചർ കഴിഞ്ഞ 5 കൊല്ലം ഉന്നത വിദ്യാഭ്യാസം കൂടി ടീച്ചറുടെ കയ്യിലുണ്ടായിരുന്നു. ആ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ടീച്ചർ നടപ്പാക്കിയ കാര്യങ്ങൾ അത് ഈ മണ്ഡലത്തിൽ എത്രത്തോളം ഗുണകരമാകും? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് വിളിക്കാവുന്ന മാറ്റം, അതായത് അടിസ്ഥാനപരമായ മാറ്റം, സമഗ്രവും സമൂലവുമായ പരിവർത്തനമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ളത്. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കരിക്കുലം ഫ്രെയിംവർക്കിന് രൂപം നൽകി. അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഉതകുന്ന വിധത്തിലാണ് ഈ കരിക്കുലം പരിഷ്കരണം നടത്തിയിട്ടുള്ളത്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്താൻ കഴിയുന്ന വിധത്തിൽ സ്കിൽ കോഴ്സുകൾക്ക് കൂടി ക്രെഡിറ്റ് നൽകിക്കൊണ്ടും എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന്, അതായത് പ്രയോഗത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിന്മുഖ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളുടെ നൈപുണിയും കഴിവുകളും കർമ്മശേഷിയുമെല്ലാം വികസിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലാണ് പുതിയ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കിയത്. ആ ഫ്രെയിംവർക്കിനെ ആധാരമാക്കി 4 ഇയർ UG പ്രോഗ്രാം വളരെ വിജയകരമായിട്ട് ലോഞ്ച് ചെയ്ത് ഗംഭീരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഏറെ സന്തുഷ്ടരാണ്. അവർക്ക് വലിയ സ്വാതന്ത്ര്യവും ഫ്ലെക്സിബിലിറ്റിയും അനുവദിക്കുന്ന നിലയിലാണ് പുതിയ പരിഷ്കരണങ്ങൾ വന്നിട്ടുള്ളത്. വൈഡ് ചോയ്സ് അവർക്കുണ്ട്, വളരെ വിപുലമായ ചോയ്സ് അവർക്കുണ്ട്. അവരുടെ അഭിരുചിക്കൊത്ത വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ വലിയ ഓപ്ഷൻസ് അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. അതായത് കണക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സംഗീതം അതിൻ്റെ കൂടെ ഐച്ഛിക വിഷയമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ സാധിക്കും. അങ്ങനെയുള്ള നിലയിലാണ് പുതിയ പരിഷ്കാരങ്ങൾ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇന്നൊവേഷൻ, ഇൻക്യുബേഷൻ, സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് പഠനവേളയിൽ തന്നെ തൊഴിലാഭിമുഖ്യവും തൊഴിൽ പരിചയവും നൽകുക എന്നുള്ള ആശയം നടപ്പിൽ വരുത്താൻ സാധിച്ചു. ഏൺ വൈൽ യു ലേൺ എന്ന പദ്ധതി നടപ്പാക്കുകയാണ്. അതായത് പഠിക്കുമ്പോൾ തന്നെ അല്പം വരുമാനം ആർജിക്കാനും തൊഴിൽ പരിചയപ്പെടാനും ഒക്കെ കഴിയുന്ന നിലയിലാണ് ഏൺ വൈൽ യു ലേൺ നടപ്പാക്കുന്നത്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, കണക്ട്, കരിയർ ടു ക്യാമ്പസ് തുടങ്ങിയ പദ്ധതികളും ഈ കാലയളവിൽ നടപ്പാക്കിയവയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിലായിരിക്കുമ്പോൾ തന്നെ തൊഴിലവസരങ്ങളിലേക്ക് പോകാനുള്ള പരിശീലനം ഡിഗ്രി തലം മുതൽ ലഭിക്കുന്നു. അതോടൊപ്പം ഡിഗ്രി തലം ആദ്യഘട്ടം മുതൽ തന്നെ ഗവേഷണോന്മുഖ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ രീതിയിലാണ് പുതിയ കരിക്കുലം. ഒരു ഭാഗത്ത് തൊഴിൽ ആഭിമുഖ്യവും തൊഴിൽ പരിചയവും നൽകുന്നു, മറുഭാഗത്ത് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ തൽപരരായ വിദ്യാർത്ഥികൾക്ക്, ഗവേഷണ അഭിരുചി ഉള്ള വിദ്യാർത്ഥികൾക്ക് വലിയ പ്രോത്സാഹനം നൽകുക. പക്ഷേ ഒപ്പം തന്നെ വലിയൊരു വിമർശനം പ്രതിപക്ഷം പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ താറുമാറാക്കി കളഞ്ഞു എന്നുള്ളതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗം നന്നായോ ചീത്തയായോ എന്ന് പരിശോധിക്കാൻ ഇവിടെ അംഗീകൃത ഏജൻസികളുണ്ടല്ലോ. ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിലെല്ലാം മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് കേരളത്തിലെ സർവകലാശാലകളും കലാലയങ്ങളും മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ കേരള സർവകലാശാലയ്ക്ക് NAAC അക്രഡിറ്റേഷനിൽ A++ ഉണ്ട്, MG യൂണിവേഴ്സിറ്റിക്ക് A++ ഉണ്ട്, കാലിക്കറ്റ് സർവകലാശാലയ്ക്കും കാലടി സർവകലാശാലയ്ക്കും കുസാറ്റിനും A+ ഉണ്ട്. A ഗ്രേഡിനും മുകളിൽ ഉള്ള 174 കലാലയങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. NIRF റാങ്കിങ്ങിലും ആദ്യ 300-ൽ 174 സ്ഥാപനങ്ങൾ കേരളത്തിൽ നിന്നുള്ളതാണ്. അത് സൂചിപ്പിക്കുന്നത് 24.6% ഏറ്റവും മികച്ച കലാലയങ്ങൾ കേരളത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ്.
പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ 5ഉം 6ഉം 11 സ്ഥാനങ്ങൾ കേരളത്തിലെ സർവകലാശാലകൾക്കാണ്. അപ്പോൾ ഇതൊക്കെ പുതിയ നേട്ടങ്ങളാണ്. വളരെ കൃത്യമായ നിലയിൽ വിവിധ സർവകലാശാലകളുടെ ഏകോപിത വേദി ജോയിൻറ്റ് പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിലൂടെ ഇടപെട്ട് അക്കാദമിക കലണ്ടർ തയ്യാറാക്കി ആ കലണ്ടർ അനുസരിച്ച് കൃത്യമായിട്ട് പരീക്ഷകളും സമയബന്ധിതമായിട്ട് റിസൾട്ടും നൽകുന്ന രീതിയാണ് കഴിഞ്ഞ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ളത്. 3 വർഷങ്ങളിലും വളരെ കൃത്യമായിട്ട് പരീക്ഷ നടത്തുകയും റെക്കോർഡ് വേഗതയിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ സ്ഥിതി. മാത്രമല്ല ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിസർച്ചിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഗവേഷണോന്മുഖ പ്രവർത്തനങ്ങളും വളരെയധികം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമ്പസുകളിൽ നിന്ന് തന്നെ നൂതനാശയങ്ങൾ ഉയർന്നു വരികയാണ്. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം വരെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ നൽകുന്നുണ്ട്. 6000 കോടി രൂപയാണ് ആദ്യത്തെ 4 വർഷം കൊണ്ട് ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് നല്ല സൗകര്യങ്ങളുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകളുള്ള അക്കാദമിക് ബ്ലോക്കുകളും വളരെ വിസ്താരമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലബോറട്ടറികളും നവീന ലൈബ്രറികളുമെല്ലാം നമ്മുടെ കലാലയങ്ങളിലും സർവകലാശാലകളിലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ള നമ്മുടെ ലാബ് കോംപ്ലക്സുകൾ ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സാണ്. 1184 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിഫ്ബിയിലൂടെ മാത്രം നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് പോലെ വളരെ സമീപഭാവിയിൽ കേരളം ഹയർ എഡ്യൂക്കേഷൻ്റെ ഇൻ്റർനാഷണൽ ഹബ്ബാക്കി മാറുമെന്ന് പറയുന്നത് 100% ആ ദിശയിലാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 250 മുറികളോട് കൂടിയ അന്തർദേശീയ ഹോസ്റ്റലുകൾ എല്ലാ സർവകലാശാലകളിലും പണിതുകൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് നമ്മുടെ സർവകലാശാലകളിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ നല്ല വർധനവുണ്ട് എന്നുള്ളതാണ്. ഞാൻ കൂടെയൊക്കെ തിരിച്ചു വരാം. കഴിഞ്ഞ തവണ ടീച്ചർക്കെതിരെ മത്സരിച്ച പ്രധാന മുന്നണി സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത്. പിന്നെ അതിനുശേഷം ഉണ്ടായ ഒരു സംഭവവികാസം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നു. ഇവിടെ സുരേഷ് ഗോപി BJP ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങി ഇരിങ്ങാലക്കുട കോൺസ്റ്റിറ്റ്യൂഷൻ നല്ലൊരു മാർജിനും നേടി. ഈ തെരഞ്ഞെടുപ്പിൽ അത് എത്രത്തോളം ബാധിക്കുമെന്നാണ് ടീച്ചർ കരുതുന്നത്? ഈ 2 പേരുടെ കാര്യത്തിൽ അത് വലിയ വെല്ലുവിളിയായിട്ടൊന്നും കാണുന്നില്ല. കഴിഞ്ഞ തവണ എതിരായിട്ട് മത്സരിച്ച ആൾ തന്നെയാണ് UDFൻ്റെ ജനപ്രതിനിധി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ 6-7 തവണയായി ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കുന്നു. 3 തവണ MLA ആയിരുന്നു. ഇപ്പോൾ തുടർച്ചയായി 2 തവണ പരാജയപ്പെട്ടു. വീണ്ടും അദ്ദേഹം തന്നെ മത്സരിക്കുന്നതിൽ കടുത്ത അസംതൃപ്തി UDFൽ തന്നെയുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ചെറുപ്പക്കാർക്കൊന്നും അവസരം കൊടുക്കാൻ തയ്യാറായില്ല എന്ന പരിഭവം അവർക്കുണ്ട്. UDFൻ്റെ ഘടകകക്ഷികൾ, അതായത് പ്രധാന കക്ഷിയായിട്ടുള്ള കോൺഗ്രസ്സിലെ പല പ്രമുഖർക്കും അസംതൃപ്തിയുണ്ട്. തന്നെയല്ല, അത് വലിയ കാര്യമുള്ള വിഷയമായിട്ട് തോന്നുന്നില്ല. കാരണം അത്രമേൽ വികസനം കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം BJPയുടെ വിഷയമാണ് പറയുന്നത്. സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് നമുക്ക് സിനിമാ നടൻ കൂടിയാണ് അദ്ദേഹം. തന്നെയല്ല, ആ സന്ദർഭത്തിൽ സോഷ്യൽ മീഡിയ വളരെയധികം കാശ് ചെലവാക്കി അദ്ദേഹം ബൂസ്റ്റ് ചെയ്തെടുത്ത ആ പ്രതിച്ഛായ, അതിൻ്റെ തകർച്ചയാണ് പിന്നീട് അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊന്നും വലിയ കാര്യമല്ല. ഇനി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിലായാലും തുടർന്ന് വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും ഇടതുപക്ഷത്തിന് നല്ല മുന്നേറ്റം തന്നെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടിയ വോട്ടുകൾ ലഭിച്ചിട്ടില്ല ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ. അപ്പോൾ എന്താണ് ടീച്ചർ അവസാനമായിട്ട് ഇരിങ്ങാലക്കുടയ്ക്ക് വേണ്ടി ഇനി അടുത്ത 5 കൊല്ലത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? അടുത്ത 5 വർഷത്തിനുള്ളിൽ യശശരീരരായിട്ടുള്ള ഇന്നസെൻറ്റിൻ്റെയും ജയചന്ദ്രൻ്റെയും അനുസ്മരണാർത്ഥം നമ്മുടെ ഇരിങ്ങാലക്കുടയിൽ അനുവദിച്ചിട്ടുള്ള സാംസ്കാരിക സമുച്ചയം പണി പൂർത്തീകരിക്കണം. ബസ് സ്റ്റാൻഡ് നവീകരണം ഏറ്റെടുക്കണം. നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്
ഞാൻ ഓർമ്മ വച്ച കാലം മുതൽ ഇതേ നിലയാണ് നിൽക്കുന്നത്. അത് പൊളിച്ചു പണിയണം. അതിനോട് ചേർന്ന് കിടക്കുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ സ്ഥലത്ത് ഇൻഡസ്ട്രിയൽ സ്കൂള് പ്രവർത്തിച്ചിരുന്നയിടത്ത് ബഹുനിലകളിലായി ഒരു ആധുനിക ഹയർ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് വരും. പിന്നെ ചാത്തൻ മാഷിൻ്റെയും അച്യുതമേനോൻ്റെയും അനുസ്മരണാർത്ഥം ഒരു സമുച്ചയം ഇത്തവണത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു ആധുനിക ഡിജിറ്റൽ ലൈബ്രറിയും ഒരു സാമൂഹ്യശാസ്ത്ര പഠന ഗവേഷണ കേന്ദ്രവുമാണുള്ളത്. അത് നമുക്ക് പണി പൂർത്തീകരിക്കണം. ഇരിങ്ങാലക്കുടയിൽ കൂടുതൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുണ്ട്. അതുകൊണ്ട് എല്ലാ യുവതി യുവാക്കൾക്കും തൊഴിൽ ലഭിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് കൂടുതലായിട്ട് പിന്തുണ നൽകണം, കൂടുതലായിട്ട് ആരംഭിക്കണം. അതിന് 2-3 സാധ്യതകളാണുള്ളത്. ഒന്ന്, IT മേഖലയിൽ ഒരു IT പാർക്ക് നമുക്ക് ആരംഭിക്കാൻ കഴിയണം, ഒരു വ്യവസായ പാർക്ക് ആരംഭിക്കാൻ കഴിയണം. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് കാർഷിക പ്രാധാന്യമുള്ള ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം നമുക്ക് ഇരിങ്ങാലക്കുടയുടെ ലേബൽ നൽകിക്കൊണ്ട് കൊണ്ടുവരാൻ സാധിച്ചാൽ അത് വളരെ ഉചിതമായിരിക്കും. കുറേ പേർക്ക് തൊഴിൽ നൽകാൻ സാധിക്കും. കാർഷിക വിഭവങ്ങൾക്ക് വിപണി കണ്ടെത്താനും വളരെ സഹായകരമായിരിക്കും. എന്തായാലും ഒരുപാട് സ്വപ്നങ്ങളാണ് ടീച്ചർക്ക് ഇനിയും ഇരിങ്ങാലക്കുടയെക്കുറിച്ചുള്ളത്. ടീച്ചറുടെ ആ മോഹങ്ങൾ നടക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എന്തായാലും നല്ല പുതിയ ഒരു ഇരിങ്ങാലക്കുട നമുക്ക് ഉണ്ടാവട്ടെ. എന്തായാലും ഈ തിരക്കിടക്കിൽ അല്പനേരം നമ്മോടൊപ്പം ചിലവഴിച്ച ടീച്ചർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു.